തന്റെ പല മുൻഗാമികളെയും പോലെ അയാളിലെ പ്രതിഭയെ അവരും ലോക ഫുട്ബോളിന്റെ രാജാവായ പെലെയോട് താരതമ്യം ചെയ്തു. പുതിയ പെലെ എന്ന ഒരു ജനതയുടെ സ്വപ്നഭാരം പേറി പന്ത് തട്ടാൻ ഈ തലമുറയിൽ നിന്നും വിധിക്കപ്പെട്ട നെയ്മർ പ്രതീക്ഷകളെ ആസ്ഥാനത്താക്കിയില്ല. രാജ്യാന്തര തലത്തിലും ക്ലബ്ബ് തലത്തിലും ശരാശരിക്ക് മുകളിലുള്ള പ്രകടനം അയാൾ തുടർച്ചയായി പുറത്തെടുത്തു. രാജ്യാന്തര തലത്തിൽ കളിച്ച മത്സരങ്ങളിലെ പ്രകടനം കണക്കിലെടുത്താൽ താൻ കളിച്ച കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച താരമായി മാറാൻ അയാൾക്ക് കഴിഞ്ഞു. ഇതിഹാസങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും രാജ്യാന്തര തലത്തിൽ കളിക്കുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് വൈകാരിക വ്യാഖ്യാനങ്ങൾക്കപ്പുറം കണക്കുകളുടെ പിൻബലമുള്ള ഈ നേട്ടം. പുതിയ പെലെ എന്നതൊക്കെ ബ്രസീലുകാരുടെ വ്യാമോഹം മാത്രമായിരുന്നെങ്കിലും കാൽപന്ത് പ്രേമികൾക്കിടയിൽ ആഘോഷിക്കപ്പെടാനുള്ള ബ്രസീലിയൻ ജനിതക ഗുണങ്ങൾ അയാളിൽ ആവോളം ഉണ്ടായിരുന്നു. ആ പ്രതിഭാസമ്പത്ത് കൈമുതലാക്കി ഉയരങ്ങളിലേക്ക് അയാൾ ട്രിബിൾ ചെയ്ത് മുന്നേറുമ്പോഴാണ് ഒരു ഫുട്ബോൾ താരത്തെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ പല പരിക്കുകളും അയാൾ